Hey guys, welcome back to my channel. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എൻ്റെ കറന്റ് ഹെയർ കെയർ ആൻഡ് സ്കിൻ കെയർ ആയിട്ടാണ്. ഇത് ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരു സംഭവമാണ്. ഡെയിലി രാത്രി ഞാൻ ചെയ്യുന്നതാണ് എൻ്റെ ഹെയറിന് വേണ്ടിയിട്ടും എൻ്റെ സ്കിന്നിന് വേണ്ടിയിട്ടും. പിന്നെ ഇത് ഞാൻ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാം കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് അത് ഭയങ്കര ഒരു ക്ലംസി ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം കുറേ സ്റ്റെപ്സൊക്കെ ഞാൻ ഒരു വീഡിയോനകത്ത് തന്നെ കുറേ സ്റ്റെപ്സൊക്കെ കാണിക്കുമ്പോൾ അത് കാണുന്നത് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, നിങ്ങൾക്ക് കാണാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഹെയർ കെയർ ആൻഡ് സ്കിൻ കെയർ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോനെ ചെയ്യാമെന്ന്. മേക്കപ്പും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസ് ഇട്ട് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തു. അതിന് ശേഷം ഫേസ് വാഷ് യൂസ് ചെയ്തു. പിന്നെ കിടക്കാൻ നേരം ഞാൻ എൻ്റെ ആൻറ്റി ഏജിങ് ഓയിൽ യൂസ് ചെയ്തിട്ടുള്ളതായിട്ടാണ് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നൈറ്റിൽ കിടക്കുന്നതിന് കുറച്ച് നേരം മുന്നേ ആയിട്ട് ഞാൻ എൻ്റെ ഫേസിലൊരു ഫേസ് പാക്ക് ഇടാറുണ്ട്. അത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഡെയിലി അറിയാമല്ലോ എൻ്റെ ഭയങ്കര കേളി ഹെയർ ആണ്. അപ്പം ഞാൻ ഡെയിലി എണ്ണ ഇടാറുണ്ട്. രാത്രിയാണ് ഞാൻ എണ്ണ ഇടാറ്. ബിക്കോസ് അത്രയും നേരം നമ്മുടെ സ്കാൽപ്പിൽ ഇരിക്കുമല്ലോ. ബിക്കോസ് ഞാൻ രാവിലെയാണ് എൻ്റെ തല കഴുകാറ്. രാവിലെ തല കഴുകി എൻ്റെ ക്രീംസൊക്കെ അപ്ലൈ ചെയ്ത് എൻ്റെ ഹെയർ സിറം അപ്ലൈ ചെയ്ത് പോകുമ്പോഴാണ് ഒന്ന് കുറച്ച് സെറ്റായിട്ട് ഇരിക്കുക. വൈകിട്ട് ഞാൻ ഹെയർ വാഷ് ചെയ്യാറില്ല. വൈകിട്ട് ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യുള്ളൂ. അതും പാരഷൂട്ടിൻ്റെ 2 ഓയിൽ വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ഡെയിലി ഹെയർ ആൻഡ് സ്കിൻ കെയർ റൂട്ടീൻ എന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോൻ്റെ താഴെ ഒരു റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ കാണും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ടാവും. ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അധികം ബ്ലാബർ ചെയ്യാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എൻ്റെ ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി കേളി ഹെയർ ആണ്. അപ്പം ഞാൻ അതിനായിട്ട് യൂസ് ചെയ്യുന്നത് പാരഷൂട്ട് ഓയിലാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു പാരഷൂട്ട് ഈ ഒരു ബോട്ടിലിൽ വരുന്ന പാരഷൂട്ട് ഉണ്ടല്ലോ, ദിസ് ഈസ് പാരഷൂട്ട് 100% കോക്കനട്ട് ഓയിൽ. ഓക്കെ, ഇത് എന്താ പറയുക, പാരഷൂട്ടിൻ്റെ 100% പ്യുവർ കോക്കനട്ട് ഓയിൽ. ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്യും. ഓക്കെ, രാത്രി മസാജ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ രാവിലെ ആണെങ്കിലും ഒരു അരമണിക്കൂറൊക്കെ നിന്നിട്ടൊക്കെ പിന്നെ കുളിക്കാൻ പറ്റുള്ളൂ. ഇതാവുമ്പോൾ എനിക്ക് രാവിലെ ഡയറക്റ്റ് അങ്ങോട്ട് കുളിക്കാം. ബിക്കോസ് രാത്രി നമ്മളിതൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടാണല്ലോ കിടക്കണത്. അപ്പോൾ എനിക്ക് രാവിലെ ഡയറക്റ്റ് അങ്ങോട്ട് കുളിക്കാം. മറ്റേതാകുമ്പോൾ എനിക്കത് പറ്റില്ല, വീണ്ടും ഞാൻ എണ്ണ തേച്ച് നിൽക്കേണ്ടി വരും. അതിനനുസരിച്ച് ഞാൻ ലേറ്റ് ആവുകയും ചെയ്യും ഓഫീസിൽ പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു റിസ്ക് എടുക്കാത്തത്. രാത്രി ഒരു 5 മിനിറ്റ് മതിയല്ലോ നമുക്കൊന്ന് തലയിൽ എണ്ണ തേക്കാനായിട്ട്. നന്നായിട്ട് സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി ഈ ഒരു ഓയിൽ. നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, സ്കാൽപ്പിൽ മാത്രമാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓയിലിങ് സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യമൊന്നും തീരെ ഞാൻ ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു സംഭവമായിരുന്നു ഓയിലിങ്. പക്ഷെ ഇപ്പം ഞാൻ ഡെയിലി ചെയ്യുന്നുണ്ട്. ഡെയിലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് കാണാനും ഉണ്ട് എൻ്റെ ഹെയറിൽ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനിതൊരു റുട്ടീനാക്കി. ഓക്കെ, അപ്പം ഞാൻ സ്കാൽപ്പിൽ ഈ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി എൻ്റെ ഹെയറിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഈ ഓയിലാണ്. ദിസ് ഇസ് പാരഷൂട്ട് അഡ്വാൻസ്ഡ് അലോവേര എൻറിച്ച്ഡ് കോക്കനട്ട് ഹെയർ ഓയിൽ. നല്ല സ്മെല്ലാണ് കേട്ടോ, നല്ല സ്മെല്ലൊക്കെയാണ് ഇതിന്. ഇതാണ് എൻ്റെ ഹെയറിൻ്റെ ടിപ്സിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യാറ്. ഈ ഓയിൽ കൊണ്ട് നമ്മൾ മുടി ഇങ്ങനെ ആക്കുമ്പം പിന്നെ എനിക്ക് തോന്നുന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേളി ഹെയറിൽ നമ്മൾ കോമ്പ് യൂസ് ചെയ്യാൻ പാടില്ല. കോമ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഒന്നും കൂടെ ഫ്രിസി ആവും. സോ ഇത് നമ്മുടെ ഉടക്കുണ്ടാവുമല്ലോ നമ്മുടെ ഹെയറിൽ, അത് മാറ്റാനായിട്ട് ബെസ്റ്റ് മെത്തേഡാണ് ഓയിൽ അപ്ലൈ ചെയ്ത് കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് കാണിക്കണത്. അടുത്തതായിട്ട് നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. ഇതാണ് ഞാൻ ഇന്ന് അപ്ലൈ ചെയ്യാൻ പോകുന്ന ഫേസ് പാക്ക്. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ആക്ച്വലി ഒരു 10-15 ദിവസമായിട്ടേ ഉള്ളൂ ഞാനിപ്പോൾ ഈ ഒരു റുട്ടീൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. അതിനു മുമ്പൊന്നും ഞാൻ ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലമാവുണ്ട്, കുറച്ച് കടലമാവ്, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാനായിട്ട് റോസ് വാട്ടർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് സ്പെഷ്യലി ഫോർ ഓയിലി സെൻസിറ്റീവ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ബാക്കിയുള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ, ഈവൺ ഇഫ് ഓയിലി സ്കിൻ ആണെങ്കിലും നമുക്ക് പാലൊക്കെ നമുക്ക് ഫേസിലിടാം, കുഴപ്പമില്ല. പക്ഷേ ഓയിലി സെൻസിറ്റീവ് സ്കിന്നുകാർക്ക്, ബിക്കോസ് എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്, അപ്പോൾ ഓയിലി സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് പറ്റിയ ഒരു ഫേസ് പാക്കാണിത്.
നിങ്ങൾക്ക് നോർമൽ ഓയിലി സ്കിൻ ആണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ മിൽക്ക്, അല്ലെങ്കിൽ കേർഡ് വേണ്ട. കേർഡ് അങ്ങനെ ഓയിലി സ്കിന്നുള്ള ആൾക്കാർ യൂസ് ചെയ്യാത്തതാണ് നല്ലത്. മിൽക്ക് യൂസ് ചെയ്യാം, ഹണി യൂസ് ചെയ്യാം, അതൊക്കെ ചെയ്യാം. എനിവേസ് ഓയിലി സെൻസിറ്റീവ് സ്കിന്ന് ഉള്ളവരെല്ലാവരും ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. റോസ് വാട്ടറൊക്കെ നമുക്ക് എല്ലായിടത്തും കിട്ടണ ഒരു പ്രോഡക്റ്റാണ്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും എല്ലാ സ്റ്റേഷനറി സ്റ്റോറിലൊക്കെ ഉണ്ടാവും. ഇത് കഴുകുമ്പോൾ ഇത് വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു പാക്ക് നമ്മൾ കഴുകുമ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഫേസ് വാഷ് വെച്ച് കഴുകിയിട്ടാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ബിക്കോസ് എനിക്ക് കാജലും ലിപ്സ്റ്റിക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്ത് ഞാൻ ഫേസ് വാഷ് വെച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു. സോ ഇത് അപ്ലൈ ചെയ്ത് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇതിപ്പോൾ ഡ്രൈ ആവും. ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ജസ്റ്റ് നോർമൽ ടാപ്പ് വാട്ടറിൽ കഴുകി കളഞ്ഞാൽ മതി. അല്ലാതെ വീണ്ടും ഫേസ് വാഷ് ഇടേണ്ട കാര്യമില്ല. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രഷ് എടുത്തൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാൻ ഫേസ് പാക്ക് ഒന്നും ബ്രഷ് യൂസ് ചെയ്യാറൊന്നുമില്ല. ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെയാണ്, കൈ തന്നെയാണ് എൻ്റെ വെപ്പൺ. ഇതിനൊക്കെ ഞാൻ കൈ തന്നെ യൂസ് ചെയ്യാറുള്ളൂ. ഇത് വേണമെങ്കിൽ ഞാൻ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ കഴുകി കളഞ്ഞിട്ട് ഞാനിപ്പോൾ വീണ്ടും ജസ്റ്റ് വന്ന് പറയണമല്ലോ, അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയണമല്ലോ. അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ മൊത്തം വെള്ളമായി നിറയും. അതുകൊണ്ട് ഞാനിപ്പോൾ കഴുത്തിൽ അപ്ലൈ ചെയ്യുന്നില്ല. അല്ലാത്ത സമയം ഞാൻ കഴുത്തിലും അപ്ലൈ ചെയ്യാറുള്ളതാണ്. ഒരു 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് ഡ്രൈ ആവും, എന്നിട്ട് ഞാൻ വരാം. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഫേസ് ഒക്കെ വാഷ് ചെയ്തു. ഞാൻ നോർമൽ ടാപ്പ് വാട്ടറിലാണ് വാഷ് ചെയ്തത്, ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ വീഡിയോ. എൻ്റെ ഡെയിലി ഹെയർ കെയർ ആൻഡ് സ്കിൻ കെയർ റൂട്ടീനാണ് ഇന്നത്തെ വീഡിയോനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട്. ബൈ.